ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂസ് കണ്ടി നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇപ്പോൾ കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോളെയൊക്കെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. കാൽച്ചായൻ്റെ പരിപാടിയും കാര്യമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ മടിയാണ്, ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. സ്പോട്ട് ഡബിങ് ചെയ്താലെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ കാൽച്ചായൊക്കെ ഉണ്ടാക്കി കുടിച്ച് മോളെ മദ്രസക്ക് മുറിച്ചൊക്കെ കടത്തി കൊടുത്തതിന് ശേഷം ഞാനപ്പോൾ ചൂട്ടിന് വെള്ളം വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ ഞാൻ ചോറിൻ്റെ വെള്ളമൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വെജ് കടായും ചപ്പാത്തിയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊക്കെ നല്ലോണം ഈ വെജിറ്റബിൾസൊക്കെ നല്ലോണം കഴുകിയിട്ട് തൊലിയൊക്കെ ചുരണ്ടിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. വെജ് കടായിൻ്റെ വേറൊരു വേർഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ വേണമല്ലോ, വീഡിയോ ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടാൻ കാത്തു നിൽക്കാതെ ഇതന്നെ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 സവാള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി, അതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലോണം വഴറ്റി കൊടുത്ത് പിന്നെ ഞാൻ ഒരു പൊണ വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം വഴറ്റിയിട്ട് പിന്നെ ഞാൻ ഈ നേരത്തെ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീൻസ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചു എന്നല്ലാതെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് കഴുകിയിട്ടും കട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഒഴിവാക്കി. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയിട്ട് മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലോണം വഴറ്റി കൊടുത്തിട്ട് പിന്നെ 2 തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലോണം ആ മസാലപ്പൊടികൾ ഒരിക്കലും അധികം മൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം ആ മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതിലും കൂടെ കറക്റ്റ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം പാകത്തിന് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ സവാള വഴറ്റിയപ്പോൾ ചേർത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ഫോൺ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ മോന് ഗ്യാസ് വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മോളെ ഫോൺ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി മിസ്സാക്കേണ്ട ആ ഭാഗങ്ങളെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ ഇതൊന്ന് വേവിക്കാൻ വെച്ചു. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ വ്യത്യാസം? ഫോൺ മാറിയതാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തി അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വെജ് കടായിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. കസൂരി മേത്തി, അതുപോലെ മല്ലിയില, കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഞാൻ ടൊമാറ്റോൻ്റെ കുറച്ച് ജീരകം കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കാണ് നല്ല കോമ്പിനേഷൻ. പൊറോട്ട, ചപ്പാത്തി, അതുപോലെ തന്നെ പുട്ടിന് ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിയൊക്കെ ഒന്ന് ഏകദേശം റെഡി ആയതിനു ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മോനും മോളൊക്കെ രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള തന്നെയാണ് കേട്ടോ. ഉച്ചക്കും കൊണ്ടുപോകും. എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അവർക്ക് വെണ്ടക്ക, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ പൊരിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ചോറ് കൊണ്ടുപോകില്ല. അവർക്ക് അതാണ് കൊണ്ടുപോകണത് ഇഷ്ടം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു താളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതില്ലാതാവുമ്പോൾ ഞാനത് ഇല്ലാണ്ടാവുമ്പോഴെങ്കിലും അവർ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് കഴിക്കട്ടെ എന്ന് കരുതും ഞാൻ. പക്ഷേ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചപ്പാത്തി എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ അപ്പം എന്ന് കരുതിയിട്ട് അങ്ങനെ കൊടുക്കണതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെജ് കടായി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മല്ലിൻ്റെ ഇലയും കസൂരി മേത്തി, അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ്. കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ല രസമായിട്ട് വരും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ഇനി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കറി റെഡി ആയാൽ പിന്നെ ചപ്പാത്തി ആവുന്നതനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ മോക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളാണ് നേരത്തെ പോവുക. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ഞാനിവിടെ അങ്ങനെ എണ്ണ ചേർക്കാറില്ല. വാക്കൊക്കെ ഉള്ളതെന്ന് പിന്നെ ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിന്. ഉപ്പ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. ഞാൻ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. പുറത്തുനിന്ന് ഞാൻ ഗോതമ്പ് പൊടി വാങ്ങിക്കാറില്ല.
അങ്ങനെ ചപ്പാത്തിയൊക്കെ അതാ ചുട്ടെടുത്തു. ഇപ്പം ഞാനും മോളും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടെ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി എങ്കിലും ഇടാൻ മറന്നു പോവല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു ഉഷാർ വീഡിയോ വീണ്ടും കാണാം.